പക്ഷേ അത് പുലിയല്ല എന്നുള്ളത് 2-3 ദിവസം മുമ്പ് 2 ക്യാമറകൾ ഫോറസ്റ്റുകാർ സ്ഥാപിച്ചിട്ട് പോയി. അപ്പോൾ അതിൽ വ്യക്തമായിട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല. ചേച്ചിന്റെ വീട്ടിന്റെ ബാക്കിൽ വെച്ച് ഒന്ന് ഇതിൽ വെക്കുക, ഒന്ന് ഇതെവിടെ ഇതിന്റെ ഇവിടെ എവിടെയെങ്കിലും വരികയാണെങ്കിൽ ഇതിൽ പിടിക്കാം. അതിൽ കൂടെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കയറിക്കും. അപ്പൊ എന്തായാലും പോകും. പുലിയാണോ പൂച്ചയാണോ പോലെയുള്ള സാമ്യമുള്ള ഒരു ജീവിയാണ്. രണ്ടെണ്ണം ആ പാടത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരുമിച്ച് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു, ചാടുന്നത് കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മെമ്പറെ വിളിച്ചു. എല്ലാവരും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവര് ഓടി എത്തുമ്പോഴേക്കും ആ കാട് പിടിച്ച സ്ഥലത്തേക്ക് പോയി. പിന്നെ ഞാൻ അവിടുത്തെ പണി നിർത്തി, വണ്ടി കൊണ്ട് അതേപോലെ അവിടെ കാടെല്ലാം വൃത്തിയാകുമ്പോഴേക്കും അപ്പുറത്തെ പാടത്തേക്ക് ചാടി. ഇപ്പൊ എന്തായിരിക്കും എന്നാണ് തോന്നുന്നത്? ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് എന്താ ഏത് ജീവിയാണെന്ന് മനസ്സിലാവും. 2 ആഴ്ചയായിട്ട് ഇത് പലവരും കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഒരിക്കൽ എൻ്റെ കാരണമാൻ കണ്ടതാണ്. അപ്പോൾ അന്ന് കഴിഞ്ഞ ആഴ്ച 17-ാം തീയതി അന്ന് കണ്ടു പറഞ്ഞു. അന്ന് ഫോറസ്റ്റുകാർ വന്നു, 2-3 ക്യാമറയൊക്കെ വെച്ചതാണ്. പക്ഷേ അതിലൊന്നും ഇതിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ വൈകിട്ട് ഈ അയ്യാസ്വാമി പറയുന്ന ഒരാളുടെ വീട്ടിൽ 2 പുലിക്കുട്ടികളുടെ മേലുള്ള സാധനം അതിൻ്റെ മേലെ കൂടെ ചാടിപ്പോയി, മതിലിൻ്റെ മേലെ കൂടെ പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ അവിടുത്തെ രാജേഷ് മനോജ് പറഞ്ഞ എല്ലാവരും കൂടി വന്നിട്ട് അവിടുത്തെ CCTV പോയി നോക്കി. അപ്പോൾ പുലിനമായിട്ടൊരു സാധനമാണ്. പുലിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇന്ന് ഇവൻ വിളിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓടിപ്പോയി അവിടെ പോയി. അപ്പോൾ ഇന്നതിപ്പോൾ ക്യാമറയിൽ ഒരാളുടെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അതിൽ സൂം ചെയ്ത് നോക്കുമ്പോഴും അത് പുലിനമായിട്ടുള്ളതല്ല, പക്ഷെ പൂച്ചയല്ല. രണ്ടിന്റെ ഇടയിൽപ്പെട്ടൊരു ഐറ്റം. ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ പുലിയല്ല, പുലിക്ക് സ്വന്തമായിട്ടുള്ള ഒരു പുലിയും പൂച്ചന്റെ ഇടയിലുള്ള ഒരു സാധനം. അതായത് ഈ സംശയത്തെ തുടർന്ന് ഫോറസ്റ്റ് ഒക്കെ ഇവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്, വനപാലകരൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. അവനക്ക് ആളും കാണുന്നത് അസ്വസ്ഥതയാണ്. മറ്റേ പണ്ടായിട്ടോ ആഴ്ചൻ്റെ മേലായിപ്പോൾ പുലി വരുന്നത് പറഞ്ഞിട്ട് നമ്മുടെ പിരായിരി പഞ്ചായത്തിൽ ജനങ്ങളുടെ ഒരു ആശങ്കയിൽ നിൽക്കണം. പക്ഷേ അത് പുലിയല്ല എന്നുള്ളത് 2-3 ദിവസം മുമ്പ് 2 ക്യാമറകൾ ഫോറസ്റ്റുകാർ സ്ഥാപിച്ചിട്ട് പോയി. അപ്പോൾ അതിൽ വ്യക്തമായിട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇന്നലെ ഇതുപോലെ പുലിനെ കണ്ടു എന്ന് പറഞ്ഞ് CCTV ക്യാമറയിൽ പരിശോധിച്ചപ്പോൾ അത് പുലിയല്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. പുലി അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ട്, ഒരു കുട്ടിയൊക്കെ ഉണ്ടെന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ അത് അങ്ങനല്ല. ഞാൻ അപ്പം തന്നെ ഫോറസ്റ്റുകാരനെ വിളിച്ചപ്പോൾ ഫോറസ്റ്റുകാർ പറഞ്ഞത് പുലിയല്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പിൽ നമ്മുടെ പഞ്ചായത്ത് ഗ്രൂപ്പിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെന്താണെന്നുള്ളത് അവർ വിളിച്ച് അന്വേഷിക്കുകയും അവർ പറഞ്ഞത് പുലിയല്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. പൂച്ച ഇനത്തിൽപ്പെട്ട എന്തോ ഒരു ജീവിയാണെന്നുള്ളതാണ് അവർ പക്ഷെ ഇത് ജനങ്ങൾ ആശങ്കപ്പെടേണ്ട ഇതൊന്നുമില്ല. ഈ വിവരം കേട്ട ഉടനെ തന്നെ ഇത് നിസ്സാരമാക്കി വിട്ടിട്ടില്ല. ഫോറസ്റ്റുകാരും പഞ്ചായത്ത് അധികൃതരും ഇതിനു വേണ്ടിയിട്ടുള്ള നാട്ടുകാരും എല്ലാവരും ഇതിനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ് വന്നിട്ടുള്ള ക്യാമറ വെക്കാനാണ്. അപ്പോൾ ക്യാമറ വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അതായത് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. വളരെ കൃത്യമായിട്ട് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇടപെടുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് ഇടപെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അത് എല്ലാ ആളുകളെ കൊണ്ടും വിളിച്ചു പറയലും അതിന് കൂടെ നിൽക്കലും വളരെ ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് പൂച്ചയാണ്, ഇനത്തിൽപ്പെട്ട വേറെ ഏതൊരു മൃഗമാണെന്നാണ് ഇന്ന് കിട്ടിയ വിവരം. അതുകൊണ്ട് ആരും ഇതിൽ ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് ഇത് പുലിയാണെന്നിട്ട് ഇനി കൂടുതൽ ആളുകളും എല്ലാവരെ കൂടെ പറഞ്ഞ് പരത്തേണ്ടതില്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.